ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബജരംഗ് ഡെയിലി ലൈഫിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പുട്ടോടി കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് പുട്ടോടി കൊണ്ടുവന്നില്ല കേട്ടോ. ഇന്നലെ ഞാൻ കണ്ണൻ ചേട്ടനോട് പറഞ്ഞതാണ് പുട്ടോടി കൊണ്ടുവരണമെന്ന്. പക്ഷേ പുള്ളി വന്നപ്പോഴത്തേക്കും മറന്നുപോയി പുട്ടോടി കൊണ്ടുവരാൻ. പിന്നെ രാവിലെ പിള്ളേർക്ക് എന്നെ കൊടുത്തു വിടുന്നത് രാവിലെ കഴിച്ചിട്ട് സ്കൂളിൽ പോകേണ്ടതല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് അപ്പപ്പൊടി ഇരിപ്പുണ്ടായിരുന്നേ. ഞാൻ ആ അപ്പപ്പൊടി എടുത്തിട്ട് കുറച്ച് ചോറൂടെ അതിനകത്തൊക്കെ ഇട്ടു. നമുക്കിഷ്ടമുള്ള നിങ്ങൾക്ക് എത്ര പേരുണ്ടോ അതനുസരിച്ച് അളവിന് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കുറച്ച് ചോറൂടെ അതിനകത്തിട്ടിട്ട് ഞാൻ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് കേട്ടോ. അതിപ്പം മറ്റേ വെള്ളച്ചോറായാലും മറ്റേ ചോറായാലും കുഴപ്പമൊന്നുമില്ല, ഏത് ചോറായാലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. നോക്കിക്കേ, നല്ല നനഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ച് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് നനഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്കൊക്കെ ഒന്ന് മാറ്റിയിട്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. നല്ല ടേസ്റ്റാണ് അങ്ങനത്തെ പുട്ട് വെച്ചുണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് അപ്പപ്പൊടിയോ കയ്യിലിരിക്കുന്നെങ്കിൽ നമുക്ക് ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ കുറച്ച് ചോറ് മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ തേങ്ങയൊക്കെ നേരത്തെ തന്നെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കുറച്ചെടുത്ത് പുട്ടുകുറ്റിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പുട്ടുപൊടിയും കൂടെ അതിനകത്തേക്ക് ഇടുവാണ്. എന്നിട്ട് നമുക്ക് പുട്ടുകുടത്തിലേക്ക് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമുക്കിവിടെ കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ആ പഴം വെച്ചിട്ട് പുട്ട് ചിലവാകണമല്ലോ. അപ്പോൾ പഴവും ചിലവാകണം, പുട്ടും ചിലവാകും. പുട്ടൊന്നും പിള്ളേർക്കൊന്നും അത്ര ഇഷ്ടമൊന്നുമുള്ളതല്ല. പിന്നെ എന്നെ പേടിച്ചിട്ടങ്ങ് കഴിക്കുന്നതേ ഉള്ളൂ. രണ്ടു പേർക്കും ഇഷ്ടമല്ല, മോനും മോക്കും ഒന്നും പുട്ട് ഇഷ്ടമല്ല. പിന്നെ രാവിലെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു വിടണ്ടേ. എന്നും ഇഡലിയും ദോശയൊക്കെ തന്നെ ആയിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ എന്നും രാവിലെ എന്നാ ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്കതൊന്ന് നമ്മുടെ പാത്രത്തിലേക്കൊന്ന് മാറ്റാം കേട്ടോ. നോക്കിയാൽ നല്ല ആവി വറക്കുന്ന പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ നേരത്തെയും ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഈ ചോറൊക്കെ ഇട്ടിട്ട് പുട്ടുണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നോക്കി നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ട് നല്ല ആവി വറക്കുന്ന പുട്ട് റെഡി ആയിട്ടുണ്ട്. നോക്കി സോഫ്റ്റ് പുട്ടല്ലേ. നിങ്ങളുമൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. രാവിലെ നിങ്ങൾ എന്നെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണോ അതോ ഇഡ്ഡലിയാണോ ദോശയാണോ? രാവിലെ ഓരോ ദിവസവും നിങ്ങൾ വെറൈറ്റി ഐറ്റംസൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് അല്ലേ. എനിക്ക് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ദോശ ഇഡ്ഡലിയൊക്കെ ആയിരുന്നു. ഇന്നും കൂടെ അത് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ ഇവിടുന്ന് അവർ ഓടിക്കും. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ബൈ ബൈ, സീ യു, ടാറ്റാ. ഇനിയിപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ.